ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിരിക്കുന്നു. ലോങ് വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് പറയണ്ടേ, എങ്ങനെയാണ് തുടങ്ങുക ഒന്നും അറിയില്ല. ഷോർട്ട് വീഡിയോ ആകുമ്പോൾ ഒന്നും പ്രശ്നമില്ലല്ലോ, ഒരു സോങ് ആഡ് ചെയ്തിട്ട് അങ്ങ് ഇടാമല്ലോ. ലോങ് വീഡിയോയിൽ എന്തെല്ലാം സംസാരിക്കേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം. പിന്നെ നല്ല കാലാവസ്ഥയായതുകൊണ്ട് അമ്മയുണ്ട് ഇതാ എല്ലാം ഉണക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മുത്താറിയും ഈ കായ്മുളക് മല്ലിയെല്ലാം ഉണ്ട് ഉണക്കാൻ വെച്ചിട്ട്. പിന്നെ വീഡിയോയിലുള്ള മെയിൻ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, മറ്റേ നമ്മളെ പപ്പായ ഉണ്ടല്ലോ, വീട്ടിൽ കുറേ പപ്പായ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു സ്വീറ്റ് ഐറ്റാണ്. പപ്പായ എന്നും പറയും, നമ്മളെല്ലാവരും കർമൂസ് എന്നാണ് പറയാം. കർമൂസ് എന്നാണ് ഇവിടെ പറയുക, പക്ഷെ വീഡിയോന് വേണ്ടിയിട്ട് ഞാൻ പപ്പായ എന്ന് പറയുന്നതാണ്. എൻ്റെ വായിൽ പെട്ടെന്ന് വരെ കർമൂസ് എന്നാണ്. അപ്പോൾ നമുക്ക് ഒരു പപ്പായ പറിക്കാം. അച്ഛനുള്ളതുകൊണ്ട് അച്ഛനാണ് പപ്പായ പറിക്കുന്നത്. ഈ ഒരു സൈസ് പപ്പായയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം കളയാം. തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ രണ്ടായിട്ട് മുറിച്ചെടുക്കാം. ഞാൻ ഇവിടെ ഒരു സൈഡേ എടുക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആർക്കും മധുരം അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു സൈഡാക്കിയാലേ ഇവിടെ ചിലവാവുള്ളൂ. കുറേ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ചിലവാവില്ല. അതുകൊണ്ട് ഒരു സൈഡ് മാത്രം എടുക്കും. മറ്റേത് നമ്മൾ നാളെ കറിയോ അല്ലെങ്കിൽ വറവോ അങ്ങനെ എന്തെങ്കിലും ആക്കും. അങ്ങനെ ഇത് മുറിച്ചെടുക്കാം. ഇത് ഞാൻ മുറിച്ച് വെച്ച് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു കഷ്ണം ബീട്രൂട്ട് ഇടുന്നുണ്ട്. ബീട്രൂട്ട് ശരിക്കും ഇതിൽ വേണ്ട, ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ബീട്രൂട്ട് ഇടുന്നത്. കാരണം ബീട്രൂട്ട് ഇടുമ്പോൾ ഇതിൻ്റെ ഒരു കളർ വരുമല്ലോ, ഒരു പിങ്ക് കളർ വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ. പപ്പായ വേവിക്കുമ്പോഴാണ് ഈ ബീട്രൂട്ട് ഞാൻ ഇടുക. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ ഈ ബീട്രൂട്ട് ഞാൻ കഴിക്കും, കളയൊന്നുമില്ല. നമ്മുടെ ഇവിടെ എൻ്റെ മോക്കെല്ലാം കഞ്ഞിയിലിട്ട് അടിച്ചു കൊടുക്കും ബീട്രൂട്ട് വെന്തത്. അപ്പോൾ അങ്ങനെ 2 കഷ്ണം ബീട്രൂട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് വേവിക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ഈ ചീര ഒന്ന് മുറിച്ച് വെക്കണം. ഇതിന്ന് ഉച്ചക്കത്തെ വറവാണ് പച്ചച്ചീര. അപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ഈ പപ്പായ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ബീട്രൂട്ട് എടുത്ത് മാറ്റട്ടെ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മളെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇത് നല്ലോണം അരച്ചെടുക്കാം. എന്നിട്ട് ഈ അരവ് നമ്മൾ ഏത് പാത്രത്തിലാണോ ആക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. പിന്നെ ഇത് ചൂടാകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കിതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിക്കണം. ഞാനിവിടെ 1 സ്പൂണേ നെയ്യ് എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യും. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇടുക. അത് നല്ലോണം മെൽട്ടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയതാണ് ഒഴിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ റവയും ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു അബദ്ധം ചെയ്ത് വെച്ചിന്. ഇതിൽ ഞാൻ അരിപ്പൊടി അപ്പാടും ഇട്ട് വെച്ചിന്. ഇങ്ങനെ അരിപ്പൊടി ഇടാൻ പാടില്ല, അപ്പോൾ അരിപ്പൊടി കട്ട പിടിച്ചാളിയും. ഇത് അരിപ്പൊടി നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് അരിപ്പൊടി ഇതിലേക്ക് ഇടേണ്ടത്. ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തത്. അപ്പോൾ അത് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. പക്ഷെ ഞാൻ ഡയറക്റ്റ് ഇട്ടതുകൊണ്ട് ഇത് കട്ട പിടിച്ചു പോയി. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനെന്ത് ചെയ്തു, ഇത് മിക്സിയിലിട്ടൊന്നുകൂടെ അരച്ചെടുത്തു. ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല, കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ആവില്ല. അപ്പോൾ നിങ്ങളെല്ലാം ആക്കുന്നുണ്ടെങ്കിൽ ഇത് കലക്കി ഒഴിച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഇടാം. നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് നട്ട്സ് ഇടാം. ഇത് കുറച്ചുകൂടെ നെയ്യിലെല്ലാം ഇട്ട് വാട്ടിയിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ നെയ്യിലൊന്നും ഇട്ട് വാട്ടിയിട്ടില്ല, അപ്പോൾ അത് ഇടുകയാണ് ചെയ്തത്. ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ ഒരു പാത്രമാണ് ഇവിടെ എടുത്തത്. ഇതിൽ കുറച്ച് നെയ്യ് തടവാണ് ഈ പാത്രത്തിൽ. ഇനി പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് സമയം ഇത് ചൂടാറാൻ വെക്കുക. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇച്ചൂട്ടനാണ് എൻ്റെ എല്ലാ ഫുഡും, ഞാൻ ഉണ്ടാക്കിയ എല്ലാ ഐറ്റം ഇച്ചൂട്ടനാണ് ടെസ്റ്റ് ചെയ്യുക.
അതുകൊണ്ട് ഓനെ കൊണ്ട് തന്നെയാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഓന് ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.